ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലേറ്റേഴ്സ് കിച്ചൻ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്ന് എങ്ങനെ ഒരു കുഴിമന്തി ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനകത്തേക്ക് ആവശ്യമായ ചേരുവകൾ: കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് ജീരകം, ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ്, ഒരു ക്യാപ്സിക്കം. ഈ മല്ലിയിലയും പുതിനയിലയും ക്യാപ്സിക്കം കഴുകി ചെറുതായിട്ട് അരിയുക. ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലതാണ്. കുരുകുരുന്ന് അരിഞ്ഞ് വെക്കുക. ഇനി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തി കൊടുക്കുക. നല്ല ഹോളിട്ട് കൊടുക്കണേ. ഈ ഹോളിട്ട് കൊടുക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക, പുതിനയില ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിടുന്നില്ല. ഉപ്പിന് പകരം മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 1 കിലോ ചിക്കൻ ആവശ്യമായിട്ട് ഒരു 3 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് എത്രയാണ് അതിന് ഉപ്പ് നോക്കുക. തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത് നന്നായിട്ട് കൈവച്ച് ഉടച്ച് കൊടുക്കുക. ഇനി ഞാൻ കളറ് ചേർക്കുന്നില്ല. കളറിന് പകരം കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നു. ഇനി ഓയിൽ ഒരു 170 ml ഓയിൽ ഒഴിക്കുക. കൈവച്ച് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ പെപ്പർ പൊടി യൂസ് ചെയ്യുന്നു. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്ത് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. 1 മണിക്കൂർ കുതിർത്താൻ വെച്ച് കുതിർത്ത അരി എടുത്ത് നമ്മൾ ഊറ്റി വെക്കണം. ഇനി നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം വെക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്കായിട്ട് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക, കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക, അതിലേക്ക് ആവശ്യമായ കുറച്ച് കറുകപ്പട്ട ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ലെമൺ എടുക്കുക, ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. ഇനി ഒരു കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അരിയിട്ട് നന്നായിട്ട് അരിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അത് മൂടി വെക്കുക. ഒരു 90% ചോറ് വെന്തതിന് ശേഷം അത് ഊറ്റി വെക്കുക. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാനൊരു 20 to 25 മിനിറ്റ്സ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മൂടി വെച്ച് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്ത ചിക്കനിലോട്ട് നമുക്ക് ചോറ് ദം ചെയ്ത് കൊടുക്കാം. അതിനാവശ്യമായിട്ട് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് 2 ടീസ്പൂൺ പാല്, ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊരു സൈഡിൽ നമ്മളിങ്ങനെ മാറ്റി വെക്കുക. ഇനി വെന്ത് വന്ന ചിക്കനിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. ചോറ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കളറ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാ സൈഡിലും എത്താൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്കായിട്ട് കുറച്ച് ഗ്രീൻ ചില്ലി, ഒരു 7-8 ഗ്രീൻ ചില്ലി എടുത്ത് അതിങ്ങനെ സൈഡിലായിട്ട് ഫുള്ളിങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ എടുക്കുക. ബട്ടർ എടുത്തിട്ട് നമ്മൾ ചില്ലി വെച്ചിരിക്കുന്നത് പോലെ നന്നായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. നമ്മൾ അതിൻ്റെ നടുക്ക് ഒരു സ്മോൾ ബൗൾ വെച്ചിട്ട് നമുക്ക് ചാർക്കോൾ വെക്കാം. അത് ഓപ്ഷണലാണ്, ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും. പിന്നെ ഒരു തവ വെക്കുക. തവയുടെ മുകളിലായിട്ട് നമ്മൾ ഈ ചോറിൻ്റെ പാത്രം വെക്കുക. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെക്കുക. എന്നിട്ട് ദം ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ്സ് ദം ചെയ്യുക. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുള്ള കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മയോണൈസിൻ്റെയും ചമ്മന്തിയുടെ കൂടെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.